ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നൈറ്റി സ്റ്റിച്ചിങ് ആണ്. ഇത് നമുക്ക് ഒരു തുണിയെ നാലാക്കി മടക്കി അതേ ചിത്രം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്, ഇത് ഇത് ഷോൾഡർ, ഇത് ആം ഹോള്. ഇത് ഷേപ്പാണ് ഇവിടെ കുറച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് തന്നെ നീളത്തിൽ വരിക. ഇതൊരു രേഖാചിത്രമായിട്ട് നിങ്ങൾ വെച്ചാൽ മതി. ഇത് പിന്നെ കയ്യിൻ്റെതാണ്. കൈ അതുപോലെ തന്നെ രണ്ടായി മടക്കി നാലായി മടക്കിയാൽ രണ്ട് കയ്യിനുള്ള തുണിയും ഒപ്പം കിട്ടും. അതിനാണ് രണ്ടായി മടക്കി നാലായി മടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വശം ഓപ്പൺ ഇല്ലാത്ത ഭാഗം വരണം. എന്നിട്ട് നമ്മൾ കൈക്കുഴിയാണിത്, ആം ഹോൾ കൈക്കുഴി. ഈ ആകൃതിയാണ് നമ്മൾ ഷേപ്പ് വെട്ടിയെടുക്കണത്. അതിന് നമ്മൾ ഇത് ചിത്രം വരച്ചാൽ നമുക്ക് ഈ ചിത്രത്തേക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് തുണിയുടെ ചീത്ത വശമാണ്, നല്ല വശമാണത്. ഞാൻ ഈ തുണിയെ നീളത്തിൽ മടക്കിയിട്ട് ഇനി ഒന്നും കൂടി വീതിയിൽ മടക്കിയിട്ടു. വീതി ഭാഗം ആദ്യം നീളഭാഗം മടക്കി, പിന്നെ വീതി ഭാഗം മടക്കി. ഇനി ഞാൻ ഷോൾഡർ അളവെടുക്കാം. 7 ഇഞ്ച്, അതുപോലെ തന്നെ 8 ഇഞ്ച് ആം ഹോള്, അപ്പോൾ ഞാൻ 8.5 ആം ഹോൾ ഇട്ടു. ഇനി ചെസ്റ്റ് അളവ്, ഞാൻ 9.5 എടുത്തു. അതിലേക്ക് 2 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി. അപ്പോൾ 10.5, 11.5. ഇനി നമുക്ക് പിന്നെ ഷേപ്പ് വേണമെന്നുള്ളവർക്ക് നമുക്ക് ഷേപ്പ് കൊടുക്കാം. ഷേപ്പ് അളവ് നമ്മൾ ഷേപ്പ് ഇവിടുന്ന് എടുത്തിട്ട് ഷേപ്പിൻ്റെത് ഒരു 14 ഷേപ്പ് ലെങ്ത്ത് കൊടുത്തു ഷേപ്പിൻ്റെ. അപ്പോൾ ഷേപ്പിൻ്റെ കൊടുത്ത് നമ്മൾ ഇത് ഇവിടെ കൊടുത്തത് തയ്യൽത്തുമ്പം അടക്കം 11.5ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ തയ്യൽത്തുമ്പം അടക്കം 11 കൊടുത്താൽ മതി കേട്ടോ. ഇവിടത്തിലേറെ 1/2 ഇഞ്ച് നമ്മൾ ഷേപ്പിനെ എപ്പോഴും കുറക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ടായിട്ട് ഷേപ്പ് മാറ്റം വരുള്ളൂ. ഇനി നമുക്ക് നീളം കൊടുക്കുന്നത് നമുക്ക് അടി വരെ വരെ കൊടുത്തു. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം അളവെടുക്കാം. ഞാൻ 3 കഴുത്തിൻ്റെ അകലം എടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിക്കും ബാക്കിക്കും 3 അകലം. നെക്കിൻ്റെ വീതി എടുക്കുമ്പോൾ എപ്പോഴും 2 ഭാഗത്തും ഒരേ വീതിയാണ് വേണ്ടത്. നീളമാണ് ഞാൻ ആദ്യം ബാക്കിലെ ലെങ്ത്ത് എടുക്കട്ടോ. ഞാൻ ഇവിടെ 1.5 എടുത്തിട്ടുള്ളൂ. കൂടുതലാവുമ്പോൾ നമുക്ക് ഇത് വരും, കഴുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ മാക്സി കഴുകി പോകും. ഇനി ഫ്രണ്ടിലെ നെക്ക് ഞാനിവിടെ സിബില്ലാത്ത മാക്സിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴുത്ത് അകലം കുറച്ച് ഞാനിവിടെ 6 എടുത്തിട്ടുണ്ട്. വീതി അതുപോലെ തന്നെ 3. ഇനി ഇവിടെ ഷേപ്പ് കൊടുക്കണ്ടേ, ഞാൻ ഒരു യു ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 6ൻ്റെ 3 പകുതി ഇവിടെ അടയാളെടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആം ഹോളിന് ഇവിടെ അതുപോലെ തന്നെ ഇതിവിടെ 8.5 ഇഞ്ചാണ്. അപ്പോൾ 8.5ൻ്റെ പകുതി എത്ര? 4.25. ഈ 4.25 നമുക്ക് ഇങ്ങനെ ഇവിടെ അതേപോലെ തന്നെ ഒരു കുഴിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് വശത്തെ കഴുത്ത് മാത്രമേ വെട്ടാൻ പാടുള്ളൂ.
മുൻവശത്തെ കഴുത്ത് ബാക്ക് വശത്തെ പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ കഴുത്ത് വെട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മടക്കിയിട്ടപ്പോൾ നമ്മൾ ആദ്യം നീളത്തിലാണ് മടക്കിയതുണ്ട്. അതുകൊണ്ട് നമ്മളിത് വേർതിരിക്കണം. അതിന് നമ്മൾ ഇത് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ആദ്യം നമ്മൾ ബാക്ക് വശത്തെ നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ആം ഹോള് കട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഷേപ്പ് വരെ വെട്ടുക. പിന്നെ നീളത്തിലെ അടിഭാഗം വരെ വെട്ടുക. ഇനി നമ്മൾ ബാക്ക് വശത്തെ കഴുത്ത് മാത്രമേ വെട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ മുന്നിലത്തെ വെട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു തുണി മാറ്റിയെടുക്കുക. ഒരു തുണി മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യാം. ഇത്രയുള്ളൂ. നമുക്ക് സ്റ്റിച്ചിങ് കാണാം.